ശബരിമലയിൽ പൗരാവകാശം ലംഘിക്കാത്ത ആചാരങ്ങൾ തുടരണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ്. ഒരു യുവതിക്ക് ശബരിമലയിൽ പോകണമെന്നുള്ളത് ആഗ്രഹമല്ല, മറിച്ച് സ്വാതന്ത്ര്യമാണ്. പൗരാവകാശം ലംഘിക്കപ്പെടുന്നതിൽ കോടതി ഇടപെടൽ വേണമെന്നും ഇന്ദിര ജയ്സിംഗ് സുപ്രീം കോടതിയിൽ വാദിച്ചു. യുവതീ പ്രവേശനം അനുകൂലിക്കുന്നവരുടെ വാദമാണ് പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നവരുടെ വാദം തുടരുന്നു. അതിൽ അഭിഭാഷകയായ ഇന്ദിര ജയ്സിംഗ് വളരെ ശക്തമായ ചില പോയിന്റുകൾ ഉന്നയിക്കുന്നുണ്ട്. ഏത് മട്ടിലാണ് ഈ വാദം പുരോഗമിക്കുന്നത്? കൃഷ്ണ, ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ചാണ് മുതിർന്ന അഭിഭാഷകയായിട്ടുള്ള ഇന്ദിര ജയ്സിംഗ് ഇപ്പോൾ വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പല കോടതിയുടെ സംശയങ്ങളോടും കൃത്യമായ ഒരു മറുപടി അത് മുതിർന്ന അഭിഭാഷകയായിട്ടുള്ള ഇന്ദിര ജയ്സിംഗ് നൽകുകയാണ്. അതിൽ പ്രധാനമായും ഇന്ന് ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചത് ശബരിമലയിൽ പോയ യുവതികൾ അവർ വിശ്വാസികളായിരുന്നോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതിന് മറുപടിയായി ഇന്ദിര ജയ്സിംഗ് പറഞ്ഞത് അവർ കേരളത്തിൽ നിന്നുള്ളവരും ഹിന്ദുക്കളാണെന്നും ഉള്ള ഒരു മറുപടിയാണ് നൽകിയത്. ഒപ്പം തന്നെ പറഞ്ഞത് ഈ സംഭവത്തിന് ശേഷം, ഈ ഒരു സംഭവം ഉണ്ടായി തൊട്ടു പിന്നാലെ തന്നെ ഈ ബിന്ദു അമ്മിണിക്ക് നേരെ ഒരു ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായി. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. പൗരാവകാശം ലംഘിക്കാത്ത ആചാരങ്ങൾ തുടരാം, പക്ഷേ അവിടെ ഒരു ലംഘനം നടക്കുന്നുണ്ടെങ്കിൽ കോടതികൾ ഇടപെടണം എന്നും ഇന്ദിര ജയ്സിംഗ് പറഞ്ഞു. ഒപ്പം തന്നെ യുവതികൾ ശബരിമലയിൽ പോകാൻ താല്പര്യം അറിയിക്കുന്നത് അത് അവരുടെ ആഗ്രഹമല്ലേ എന്ന് ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഒരു യുവതിക്ക് ശബരിമലയിൽ പോകണമെന്നത് അതൊരു ആഗ്രഹമല്ല, മറിച്ച് സ്വാതന്ത്ര്യമാണ് എന്നതായിരുന്നു ഇന്ദിര ജയ്സിംഗ് നൽകിയ മറുപടി. എന്തായാലും ഇതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ചില നിരീക്ഷണമുണ്ടായി. അതായത് ഒരു പരിഷ്കാരത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ അന്തസ്സത്ത തകർക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. ഒരു അവിശ്വാസിക്ക് മതപരമായ വിഷയങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇപ്പോൾ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുള്ള വാദം സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ തുടരുകയാണ്. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.